ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. ടുഡേ ഇറ്റ് ഈസ് എ ന്യൂ സബ്ജക്റ്റ്, കാർഗിൽ വാർ 1999. കാർഗിൽ വാർ ക്വൈറ്റ് റീസെൻ്റ്ലി ആണ്. അപ്പം നമ്മൾ മാക്സിമം എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാമായിരിക്കും. എങ്കിലും അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും കാണിക്കുന്ന മിസ് അഡ്വഞ്ചറുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തു പോവുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ഉള്ളിൽ കയറിയൊക്കെ അടിക്കാൻ തുടങ്ങിയത്. എനിവേസ്, ഇന്ത്യ എപ്പോഴും ഒരു ശാന്തി സമാധാനം ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കൺട്രിയാണ്. അതാണ് മറ്റുള്ളവരുടെ ധൈര്യം. ഇന്ത്യ ഇങ്ങോട്ടൊന്നും കയറി മേയത്തില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഗിൽ ആക്ച്വലി ഒരാളുടെ സ്വപ്നമായിരുന്നു. ആരുടെയെന്ന് പറയട്ടെ, ജനറൽ പർവേഷ് മുഷാറഫ് എന്ന ഇന്ത്യൻ വംശജനായ, ഇന്ത്യയിൽ ജനിച്ച ഒരു പാകിസ്ഥാൻ ജനറലിൻ്റെ ഒരു സ്വപ്നമായിരുന്നു കാർഗിൽ. ഓക്കെ, അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, ലെറ്റ് us start. നമുക്ക് ആദ്യം എന്താണ് കാർഗിൽ നോക്കാം. ദി കാർഗിൽ വാർ വാസ് ഫോട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫ്രം മെയ് ടു ജൂലൈ 1999. മെയ്യിൽ തുടങ്ങി ജൂലൈ വരെ 1999 നടന്ന ഒരു വാറാണ്. വാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്ഥലത്ത് കയറി നമ്മളവരെ ഒഴിപ്പിക്കലാണ് ശരിക്കും ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് ആസ് ഗുഡ് ആസ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ. നോ, അതൊക്കെ ഒരു ഹിസ്റ്ററിയാണ്. ഇത്രയും ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിലൊരു വാർ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇൻ ദി കാർഗിൽ ഡിസ്ട്രിക്ട് ഓഫ് ലഡാക്ക്, then part of India administered state of J&K and along with LOC ആണത്. ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യൻ സൈഡിലേക്ക് അവർ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓൾദോ എവരി വൺ നോ ദാറ്റ് ലഡാക്ക് എന്ന് പറയുമ്പോൾ, കാർഗിൽ എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്താണ്. ലേ ലഡാക്ക്, അതായത് ശ്രീനഗർ ടു ലേ ഹൈവേ അലോങ് സൈഡ് LOC ആണ് പോകുന്നത്. അവിടെയുള്ള ഒരു പർവ്വതനിരകളാണ് ഈ ഏരിയ. കാർഗിലൊക്കെ അവിടെ മൗണ്ടൈനാണ്. ഓക്കെ, അപ്പോൾ കാർഗിൽ നല്ല ഇപ്പോൾ ഒരുപാട് സ്മാരകങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഹാഡ് വിസിറ്റഡ് ദാറ്റ് പ്ലേസ്. ഓക്കെ, ഡ്യൂറിങ് 1999 ഐ വാസ് പോസ്റ്റഡ് ഇൻ ശ്രീനഗർ, പന്ത ചൗക്ക്. സോ ഐ വാസ് അസോസിയേറ്റഡ് ഇൻ മെനി പാർട്സ് ഡ്യൂറിങ് ദി കാർഗിൽ വാർ. മെയിനായിട്ട് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിങ്ങിലായിരുന്നു ഞാൻ. സോ ഐ റിമൈൻഡ് ദയർ ഇൻ ശ്രീനഗർ ഓൺലി. ബട്ട് ഒരുപാട് ബോഡി ബാഗ്സ് വന്നിട്ട് കണ്ണ് നനയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ആ ലൊക്കേഷൻ നോക്കാം. ബിഫോർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947, കാർഗിൽ വാസ് എ തെഹസിൽ ഓഫ് ലഡാക്ക്. പാർട്ടീഷന് മുമ്പ് ഒരു തെഹസിലായിരുന്നത് കാർഗിൽ. ഓക്കെ, എ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് റീജിയൺ, വളരെ കുറവായിരുന്നു അവിടുത്തെ ജനസംഖ്യയൊക്കെ. വിത്ത് ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക്, എത്നിക് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്സ് ലിവിങ് ഇൻ ദി ഐസൊലേറ്റഡ് വാലീസ് സെപ്പറേറ്റഡ് ബൈ സം ഓഫ് ദി വേൾഡ്സ് ഹയസ്റ്റ് മൗണ്ടൈൻസ്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നല്ലോ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ വാലികളിൽ, കാർഗിലിൻ്റെയൊക്കെ ഒരു വാലികളിൽ, ഈ ലഡാക്കുന്ന പൊതുവെ അങ്ങനെയാണ്. ഗുജ്ജർ സമൂഹവും ഇങ്ങനെ ആട്ടിടയന്മാരും അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ ആ ഏരിയകളിൽ താമസിക്കുന്നത്. ഒബ്വിയസ്ലി ഭയങ്കര തണുപ്പാണ്, -48 ഡിഗ്രി വരെയൊക്കെ പോകുന്ന തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ജനറലി പീപ്പിൾ ഡസൻ വാണ്ട് ടു ലീവ് ദെയർ. പക്ഷേ അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് പരിചയമാണ്. അവർ ഈ ഭയങ്കര അതികഠിനമായ ശൈത്യമൊക്കെ വരുമ്പോൾ വെളിയിലൊന്നും ഇറങ്ങില്ല. ഓക്കെ, ഗുജ്ജർ എന്നാണ് അവരെ പറയുക.
ഗുജർ ഫാമിലികളിൽ താമസിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ബേസിക്കലി ഇന്നോസൻസാണ്. ഇപ്പോഴത്തെ പറയാൻ പറ്റില്ല. ഞാനൊരു ഗുജർ കൂടാരത്തിൽ എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ വഴി തെറ്റിപ്പോയിട്ട്. അതൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പറയാം. സോ ഐ ഡോണ്ട് വേസ്റ്റ് ടൈം. ലൊക്കേഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ആ ഒരു ഐസൊലേറ്റഡ് വാലീസ് കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഇൻഡോ പാകിസ്ഥാനി വാർ ഓഫ് 1947-48 conducted with the LOC, concluded with the LOC, concluded. ഇൻഡോ പാകിസ്ഥാനി വാർ അവസാനിച്ചപ്പോൾ നമ്മളൊരു LOC ഇയർമാർക്ക് ചെയ്തു പറഞ്ഞാൽ ജസ്റ്റ് LOC ലൈൻ ഓഫ് കൺട്രോൾ. ആ LOC നമ്മൾ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നടന്ന നമ്മുടെ ഷിംല എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഷർദു തഹസിൽ ഗോയിങ് ടു പാകിസ്ഥാൻ ഏരിയ. ഓക്കെ, LOCയിൽ നമ്മൾ LOC ചോദിച്ചപ്പോൾ ഷർദു എന്നുള്ള ടൗൺ ഈ കാർഗിൽ പോലെ തന്നെ അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ കിടക്കുന്നത്, അത് ഷർദു പാകിസ്ഥാനിലേക്ക് പോയി. ഇത് ഒബ്വിയസ്ലി കാർഗിൽ ഇന്ത്യയിലേക്ക് വന്നു. ഈ ഷർദു എന്ന് പറയുന്നത് ഇപ്പോൾ നൗ പാർട്ട് ഓഫ് ഗിൽഗിസ്റ്റ് ബാൾട്ടിസ്ഥാൻ എന്നുള്ള സ്ഥലത്ത് പ്രവിശ്യയിലാണത് കിടക്കുന്നത്. ആഫ്റ്റർ പാകിസ്ഥാൻസ് ഡിഫീറ്റ് ഇൻ 1971 വാർ, ദി ടു നാഷൻസ് സൈൻഡ് ദി ഷിംല അഗ്രിമെൻറ്റ്. ഓക്കെ, പ്രോമിസിങ് നോട്ട് ടു എൻഗേജ് ഇൻ ആംഡ് കോൺഫ്ലിക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബൗണ്ടറി. ഷിംല അഗ്രിമെൻറ്റിന് ശേഷം നമ്മൾ ഇനി ഈ ബൗണ്ടറിയെ നമ്മൾ അംഗീകരിക്കുകയാണെന്നും ഇനി നമ്മളങ്ങനെ ആംഡ് കൺഫ്ലിക്ട്സ്, അതായത് ബാറ്റിൽസ് ചെയ്യില്ല, ഇനി ഞങ്ങൾ വാറിലൊന്നും ഏർപ്പെടില്ല എന്നുള്ളൊരു എഗ്രിമെൻ്റൊക്കെ ആയിരുന്നത്. ഓക്കെ, ദി ടൗൺ ഓഫ് കാർഗിൽ ഈസ് ലൊക്കേറ്റഡ് 205 കിലോമീറ്റർ ഫ്രം ശ്രീനഗർ, ഫേസിങ് ദി നോർത്തേൺ ഏരിയാസ് ലൈക്ക് അക്രോസ് ദി LOC. അതാണ് ഞാൻ പറഞ്ഞത്, അക്രോസ് ദി LOC ആണ് കിടക്കുന്നത് ടൗൺ ഓഫ് കാർഗിൽ. Other parts areas in the Himalayas, Kargil has a continental climate, just like other parts. വളരെ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റാണ്. സമ്മേഴ്സ് ആർ കൂൾ വിത്ത് ഫ്രിജിഡ് നൈറ്റ്സ്. ഒരുപാട് ആളുകൾ ഈ സമ്മറിൽ അവിടെ പോകുന്നുണ്ട്. നല്ല രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരിക്കും. സൂപ്പർ ഒരു അറ്റ്മോസ്ഫിയറാണത്. വൺ ഷുഡ് ഗോ ആൻഡ് എൻജോയ് ദാറ്റ്. Okay, but while winters are long and chilly, രാത്രി തീരത്തേയില്ല, അതുപോലെയാണ് അവിടുത്തെ വിൻ്റർ. ടെമ്പറേച്ചേഴ്സ് ഓഫൻ ഡ്രോപ്പിംഗ് ടു -48°C. അവിടെ ജീവിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെ ആണ്. ഭയങ്കര തണുപ്പായിരിക്കും. അതാണ് പല സമയത്തും നമ്മൾ പോസ്റ്റ് വിട്ടിട്ട് നമ്മൾ പുറകിലോട്ട് ഇറങ്ങുന്നത് പട്ടാളക്കാർ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് ഇങ്ങനെ ചില സമയത്ത് എടുത്തു പോകുന്നവർ. കാരണം നോമാൻ ലാൻഡായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. ബട്ട് കാർഗിലിന് ശേഷം വി ആർ വെരി കെയർഫുൾ. വി ഗോട്ട് ലോട്ട് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നൗ. തെർമൽ ഇമേജസ് ഉണ്ട്, സാറ്റലൈറ്റ് ഇമേജസ് ഉണ്ട്. വി ആർ ഓഫൺ ഗോയിങ് ഫോർ പട്രോളിങ്, എവറിഥിങ്. വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ദി തിങ്സ്. ഓക്കെ, ആൻ ഇന്ത്യൻ നാഷണൽ ഹൈവേ NH1 connecting Srinagar to Leh cuts through Kargil. അത് കാർഗിലൂടെയാണ് പോകുന്നത്. ഓക്കെ, ദി മിലിറ്ററി ഔട്ട് പോസ്റ്റ് ഓൺ ദി റിഡ്ജസ് above the highway were generally around 5,000 meter to, അതായത് ഒരു 16,000 അടി ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. വിത്ത് എ ഫ്യൂ ആസ് ഹൈ ആസ് 5,485 meters, അതായത് 17,900 വരുന്ന പർവ്വത ശിഖരങ്ങളും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ വെരി വെരി ഹാർഡ് പ്ലേസ്. അവിടെ പോയി താമസിക്കുക, അവിടെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന രീതിയിലാണ്. അതുപോലെ ഒരു മൗണ്ടൻസാണ്. അതായത് ശത്രു രാജ്യങ്ങളല്ലേ അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ഭയങ്കര എപ്പോഴും ടെൻഷനാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ പർവ്വതനിരകളൊക്കെ ഉള്ളൂ, അതൊരു കണക്കിന് അഡ്വാൻറ്റേജ് കൂടിയാണ്. ബട്ട്
വി ഷുഡ് കീപ്പ് എ വിജിൽ ദെയർ. ഇപ്പോഴുള്ള ശത്രുക്കളെന്ന് പറഞ്ഞാൽ എന്തൊരു എന്താ പറയുക, എന്തൊരു പ്രൊട്ടക്ഷനെയും അതിജീവിച്ച് കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് വി ഷുഡ് ഈ റൗണ്ട് ദി ക്ലോക്ക് വിജിലൻസ് വേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. ദി റഫ് ടെറൈൻ ആൻഡ് നാരോ റോഡ്സ് സ്ലോ ഡൗൺ ട്രാഫിക്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ ടെറൈൻ അതുപോലെയാണ്, കയറ്റവും മതിലുകളും. അതായത് ഈ പാറയൊക്കെ ഉണ്ടല്ലോ, പാറയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പാറയുടെ ഇടയിലൂടെയൊക്കെയാണ് റോഡ് പോകുന്നത്. നമുക്കത് ഭയങ്കര ടഫാണത്. അപ്പോൾ ട്രാഫിക്കൊക്കെ വളരെ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. ആൻഡ് ദി ഹൈ ആൾട്ടിറ്റ്യൂഡ് വിച്ച് എഫക്റ്റഡ് ദി എബിലിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ടു ക്യാരി ദി ലോഡ്സ് മെയ്ഡ് കൺട്രോൾ ഓഫ് NH1. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ എയറാണ് ലോഡൊക്കെ ക്യാരി ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നല്ല കൺട്രോളുണ്ട് ഇപ്പോൾ. ബട്ട് ഈ ഹൈവേ, ഈ കാർഗിലിൻ്റെ പ്രത്യേകിച്ച് അവിടെ കുറച്ച് ഏരിയ വളരെ ഓപ്പണാണ്. അവിടെ ഡയറക്റ്റ് അണ്ടർ അറ്റാക്കാണ് നമ്മൾ, എക്സ്പോസ് ആയിട്ട് സ്ഥലങ്ങൾ. അതിൻ്റെ മുകളിൽ ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഹൈവേയിലൂടെ പോകാനൊന്നും പറ്റത്തില്ല. ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റാണ്. നമ്മൾ കാർഗിൽ സമയത്ത് അതിൻ്റെ ഫസ്റ്റ് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അന്ന് അവിടെ എന്ന് പറഞ്ഞാൽ, ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മുകളിലോട്ട് വെടി വെക്കണം, അതങ്ങ് മറിയും അവർ. അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് അവർ എറിഞ്ഞാലും നമുക്ക് കൊള്ളും. അപ്പോൾ അവർ കടന്ന് കയറിയിരുന്ന സ്ഥലങ്ങൾ ദി മോസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും സമയം, അതായത് 33 വീക്സോ മറ്റോ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം അതാണ്. The area was very advantageous for them who were sitting on the top. Kargil was targeted partly because the terrain was conducive to the preemptive seizure of several unoccupied military positions. കാർഗിൽ ടാർഗറ്റ് ചെയ്യാൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് നമ്മൾ ഒഴിഞ്ഞുപോയ സ്ഥലങ്ങൾ, അബാൻഡൻഡ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വന്ന് അവർ കയറിയിരുന്നു. നമ്മൾ അവിടെ കയറി പോകുന്ന ആ സമയത്താണ്, മെയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആക്ച്വലി. ആ സമയത്ത് അവർ കയറി. വിത്ത് ടാക്ടിക്കലി വൈറ്റൽ ഫീച്ചേഴ്സ് ആൻഡ് വെൽ പ്രിപ്പയർഡ് ഡിഫെൻസ് പോസ്റ്റ് അറ്റോപ്പ് ദി പീക്സ്, എ ഡിഫൻഡർ ഓൺ ദി ഹൈ ഗ്രൗണ്ട് വുഡ് എൻജോയ് അഡ്വാൻറ്റേജസ് അക്കിൻ ടു ദാറ്റ് ഓഫ് എ ഫോർട്ടസ്. ഒരു കോട്ടയെ പോലെ പ്രതിരോധം തീർക്കുന്ന അത്രയും നല്ല ഒരു പൊസിഷനിൽ നമുക്കിരിക്കാൻ പറ്റും ടോപ്പിലിരിക്കുമ്പോൾ. ബട്ട് ഇറ്റ് ഈസ് വെരി കോൾഡ്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ലിവ് ദെയർ. ഓരോ പട്ടാളക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. നിങ്ങൾ 1-2 ദിവസത്തിന് ടൂർ പോകുന്ന പോലെ അല്ല ഇത് കഥ വേറെയാണ്. അവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ദി ഡിഫിക്കൽട്ടീസ് വുഡ് ബി എക്സാബറേറ്റഡ് ബൈ ദി ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സ്. അത് അവിടുത്തെ തണുപ്പും അവിടുത്തെ ക്ലൈമറ്റും ഇതെല്ലാം കൂടെ പൊതുവേ നമ്മുടെ ബാറ്റിൽ ഫിറ്റ്നസ്സിനെ ഒന്നുകൂടെ വഷളാക്കുന്ന ഒരു രീതിയിലുള്ള സംഭവമാണ്. നമുക്കവിടെ ഒരു ദിവസം പോലും മുഴുമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് പകലായോ ആയില്ലയോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സൂര്യപ്രകാശം പോലും വരത്തില്ല. ഇറ്റ് ഈസ് ലൈക്ക് സച്ച് എ ടെറൈൻ, നോ. കാർഗിൽ ഈസ് ജസ്റ്റ് 179 കിലോമീറ്റർ ഫ്രം ദി പാകിസ്ഥാനി കൺട്രോൾഡ് ടൗൺ ഓഫ് സ്കർഡു. സ്കർഡു എന്നാണ് കൂടുതൽ അടുത്തത് കാർഗിൽ. ഓക്കെ, which was capable of providing logistical and artillery support to Pakistan military who were occupying that area. A road between Kargil and Skardu exists. കാർഗിൽ നിന്ന് സ്കർഡുവിൽ പോകുന്ന ഒരു റോഡുണ്ട്, അതായത് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. വിച്ച് വാസ് ക്ലോസ്ഡ് ഇൻ 1949 ക്ലോസ് ചെയ്ത, പിന്നീട് അത് തുറന്നിട്ടില്ല. സോ യുനോ പാർട്ടീഷൻ ആയതല്ലേ, നേരത്തെ പല കാര്യങ്ങളും ചെയ്ത് കാണുമല്ലോ 2 കൺട്രികളും ഒന്നായിരുന്ന സമയത്ത്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന പൊസിഷൻ, ലൊക്കേഷനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ആഫ്റ്റർ ദി ഇൻഡോ-പാകിസ്ഥാനി വാർ ഓഫ് 1971 there had been a long period with relatively few direct armed conflicts involving the military forces of the two neighbors.
notwithstanding the efforts of both nations to control the Siachen Glacier by establishing military outposts on the surrounding mountains, ridges, and the resulting military skirmishes in the 1980s. അതായത് ഈ അവിടുത്തെ സിയാച്ചിൻ ഗ്ലേസിയറാണ് ഒരു പോയിൻ്റ്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗ്ലേസിയറിൻ്റെ ഏരിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ രണ്ട് കൺട്രികളും അവിടെ ആ സ്ഥലത്ത് വരും, അവരും വരും നമ്മളും വരും. സോ അതിനകത്തൊരു കൺട്രോൾ വേണ്ടത് അത്യാവശ്യമാണ്. ഡോമിനേഷൻ്റെ ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ അവിടെ 1980s ഒരുപാട് സ്കർമിഷസ് നടന്നിട്ടുണ്ട്. അതിനകത്ത് വരും പല കാര്യങ്ങളുമുണ്ട് പറയാനൊക്കെ. ഡ്യൂറിങ് ദി 1990s, however, escalating tensions and conflicts due to separatist activities in Kashmir, some of which were supported by Pakistan, as well as the conducting of nuclear tests by both countries in 1998. അതും അതായത് അവിടെ ഈ മിലിറ്റൻസിയൊക്കെ വന്ന സമയത്ത്, അതായത് ജിഹാദികളൊക്കെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന സെപ്പറേറ്റിസ്റ്റ് കാശ്മീരിലെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങിയപ്പോൾ അവർ ഒരു വഴി കണ്ടത് 1990s എല്ലാവരിലേക്ക് ആളെ കയറ്റി വിട്ടിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക. മിലിറ്റൻസിനെയൊക്കെ അവർ, ഉഗ്രവാദികളെ കയറ്റി വിടുന്നൊരു പരിപാടിയൊക്കെ ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 98, 99, ലൈക്ക് 87 കുറേ നടന്നിട്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇവരാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബെലിജറൻറ്റ് അറ്റ്മോസ്ഫിയർ. ഒരുപാട് ഭയങ്കര അഗ്രസീവായിട്ടുള്ള രണ്ട് ഭാഗത്തും, പ്രത്യേകിച്ച് ഇന്ത്യ വളരെ അഗ്രസീവായിട്ട് നമ്മൾ ഒരു പോസ്റ്ററായിരുന്നു അവിടെ, എങ്ങനെയായാലും ഈ ഉഗ്രവാദത്തെ ചെറുക്കണം എന്നുള്ള രീതി. പക്ഷേ ആ ടൈമിൽ നമ്മൾ ഒരു കൺട്രി തന്നെ നമ്മളോട് വാറിന് വരുമെന്ന് വിചാരിച്ചില്ല. In an attempt to defuse the situation, both countries signed the Lahore Declaration in February 1999. ഫെബ്രുവരി 1999 വാജ്പേയി ലാഹോറിൽ പോയ കഥകളൊക്കെ വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ലാഹോർ വിസിറ്റ് ചെയ്ത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ നവാസ് ഷെരീഫുമായിട്ട് ഒരു ഉടമ്പടി സൈൻ ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് കാൾഡ് ലാഹോർ ഡിക്ലറേഷൻ. അത് ഫെബ്രുവരി 1999. ആ വർഷം നമ്മളവിടെ സൈൻ ചെയ്യുമ്പോൾ ഇവരിവിടെ കയറി ഇരുന്നിട്ടുണ്ട്. മെയിലാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിലും എപ്പോഴാണ് അവർ കയറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതിന് രണ്ട് വശങ്ങളുണ്ട്. പർവേസ് മുഷാറഫ് 98 അവിടുത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആവുന്നത്. 1999 അവൻ ഈ പരിപാടി തുടങ്ങി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഐ വാസ് നോട്ട് അവെയർ, എനിക്കറിയില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഇവൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, പർവേസ് മുഷാറഫ് പറഞ്ഞിട്ട് 15 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ അയാളെ ബ്രീഫ് ചെയ്തിരുന്നു, പറഞ്ഞിട്ടുണ്ട് അവരോട്. സോ ദീസ് ആർ ദി തിങ്സ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദി ട്രൂത്ത് ബിഹൈൻഡ് ദാറ്റ്. എനിവേസ്, കാർഗിൽ നടന്നു, കാർഗിൽ അവർ കയറിയിരുന്നു, നമ്മളവരെ ഒഴിപ്പിച്ചു, അതാണ് സത്യം. അപ്പോൾ ഈ ലാഹോർ ഡിക്ലറേഷനൊക്കെ സൈൻ ചെയ്ത് ഷിംല അഗ്രിമെൻറ്റ്, ഇതിനൊന്നും ഒരു പ്രാക്ടിക്കലി ദർ ഈസ് നോ വാല്യൂ. ഇതൊക്കെ ഒരു ലോകത്തെ കാണിക്കാനുള്ള പരിപാടികൾ. രണ്ട് കൂട്ടർക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരടിക്കും. പക്ഷേ നമ്മളെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളിതുവരെ അങ്ങോട്ട് കയറിയൊന്നും ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും മറുപടി കൊടുക്കുന്ന ഒരു രീതിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു സമാധാനപ്രിയരായ ഒരു കൺട്രിയാണല്ലോ ഭാരതം. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേൾഡ് ലെവലിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ അയൽവാസികളും ദരിദ്രവാസികളുമായ ഈ നെയ്ബേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഡ്യൂറിങ് ദി വിൻ്റർ ഓഫ് 1998-99, some elements of the Pakistani armed forces were covertly training and sending Pakistani troops and paramilitary forces, some allegedly in the guise of Mujahideen. മുജാഹിദീനെ പോലെ വേഷം ധരിപ്പിച്ചുകൊണ്ട് ആർമിക്കാരെയും പാരാമിലിറ്ററി പേഴ്സണെയും ട്രെയിനിങ് കൊടുത്ത്
കയറ്റി വിടുകയായിരുന്നു 98-99 ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ into territory on the Indian side of the LOC. The infiltration was codenamed Operation Badr. അവർ ഈ ഓപ്പറേഷനെ അതിൻ്റെ കോഡ് നെയിം ചെയ്തിരുന്നത് ഓപ്പറേഷൻ ബദർ. അതായത് അവർ ബദർ യുദ്ധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ബദർ യുദ്ധത്തിനെ പോലെയുള്ള അതുപോലെ പരിശുദ്ധ ഒരു യുദ്ധം പോലെ ഒക്കെ ആണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്ഥലത്ത് നിന്ന് അവരിത് പിന്നെ അതായത് ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് ഞാൻ കയറി എന്ന് അവർ ഓർത്തില്ല. ഇറ്റ്സ് എയിം വാസ് ടു സിവിയർ ദി ലിങ്ക് ബിറ്റ്വീൻ കാശ്മീർ ആൻഡ് ലഡാക്ക്. ഇതിൻ്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഇത് കാശ്മീരും ലഡാക്കും ഒരു സെപ്പറേറ്റ് റീജിയനാണ് ഞാൻ പറഞ്ഞല്ലോ. കാശ്മീരികളല്ല അവർ താമസിക്കുന്നത്. അവർ ഗുജ്ജർ വേറെ ഡോഗ്രി ഭാഷ, ഈ ഗുജ്ജർ വേറെ ഭാഷയാണ് പറയുന്നത്. കാശ്മീരി അല്ല ആക്ച്വലി അവർ പറയുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്കലി, റിലീജിയസ്ലി, കൾച്ചറലി ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ള ടീമാണ്. അപ്പോൾ ലഡാക്കിനെയും കാശ്മീരിനെയും ആ ലിങ്ക് കട്ട് ചെയ്യുക. അതായത് NH1 കയറി അവർ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലേ, താഴെ റോഡ് പോവല്ലേ, അവിടുന്ന് ചുമ്മാ ഒരു റൈഫിളോടെ അടിച്ചാൽ തന്നെ ഇവിടെ നമ്മളെ മൂവ്മെൻറ്റ് ബന്ധാവും. അപ്പോൾ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് അവർക്കായിരുന്നു അവിടെ കയറിയിരുന്നപ്പോൾ. അതാണ് പറയുന്നത്. Pakistan also believed that any tension in the region would internationalize the Kashmir issue. അവർ വിചാരിച്ചു ഇവിടെ എന്തൊരു ചെറിയ പ്രശ്നം നടന്നാലും നമ്മൾ ഈ കാശ്മീർ ഇഷ്യൂവിനെ അങ്ങ് ഇൻ്റർനാഷണലൈസ് ചെയ്യാം, തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി ഒക്കെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യിക്കാം. ഇന്ത്യ ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ് ബൈലേറ്ററലി ഞങ്ങളിത് തീർക്കും. നമ്മൾ വേറൊരു തേർഡ് പാർട്ടി നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ഒരു ഇൻ്റർനാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാശ്മീർ പ്രോബ്ലം അവരെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ അവരുടെയാണെന്നുള്ളൊരു അനാവശ്യമായ ഒരു ഡിമാൻഡുണ്ട് അവർക്ക്. സിമ്പിൾ റീസൺ ഈസ് ദാറ്റ് മുസ്ലിം പോപ്പുലേഷനാണ് കാശ്മീരിൽ കൂടുതൽ എന്നുള്ളത്. ബട്ട് ദേ ആർ വെരി ഹാപ്പി നൗ. നമ്മൾ ആർട്ടിക്കിൾ 370 ഒക്കെ അബോഗ്രേറ്റ് ചെയ്തതിന് ശേഷം ദേ ആർ വെരി ഹാപ്പി. ഓക്കെ, യെറ്റ് അനദർ ഗോൾ മേ ഹാവ് ബീൻ ടു boost the morale of decade-long rebellion in J&K by taking proactive role. ആക്ച്വലി അവർ വേറെ റൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സെപ്പറേറ്റിസ്റ്റിനെ സന്തോഷിപ്പിക്കുക, അവിടുത്തെ മുജാഹിദീൻ, അവിടുത്തെ അതായത് എലമെൻറ്റ്സ് ഉണ്ടല്ലോ ഇതുപോലുള്ള ഉഗ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ കൂടിയായിരുന്നു അവരുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിലെ ലെഫ്റ്റനൻറ്റ് ജനറൽ ഷഹീദ് അസീസ് എന്നൊരാൾ, അയാൾ ISI അനാലിസിസ് വിങ്ങിൻ്റെ ഹെഡൊക്കെ ആയിരുന്നു, ഹാസ് കൺഫേംഡ് ദർ വെർ നോ മുജാഹിദീൻ ബട്ട് ഓൺലി റെഗുലർ പാകിസ്ഥാൻ ആർമി സോൾജേഴ്സ് ഹു ടുക്ക് പാർട്ട് ഇൻ ദി കാർഗിൽ വാർ. ഒരു മുജാഹിദീനും ഇല്ലായിരുന്നു, റെഗുലർ പാകിസ്ഥാനി സോൾജേഴ്സാണ് ഈ കാർഗിലിൽ ഇൻവോൾവ് ആയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: There were no mujahideen, only taped wireless message which fooled no one. അതായത് വയർലെസ് മെസ്സേജ് ടേപ്പ്, അതായത് റെക്കോർഡ് ചെയ്ത ടേപ്പ് അവിടെ വിടുമായിരുന്നു. അവിടുത്തെ നമ്മൾ റേഡിയോയിലൊക്കെ നമ്മൾ അവരുടെ ഫ്രീക്വൻസി വെച്ച് അവരുടെ ഈ ഉഗ്രവാദികളുടെ സംസാരം പിടിക്കാറുണ്ട്. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ അനന്ത്നാഗിലൊക്കെ ഞാനുണ്ടായിരുന്നു. മിലിറ്റൻസി പ്രോൺ ഏരിയ ആണത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളത് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഇവരുടേത്. നമ്മുടെയും INT പേഴ്സൺസ് ഉണ്ടാവും, മോണിറ്ററിങ് സ്റ്റേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളതിൽ കേൾക്കും ഇവർ പറയുന്നത് കേട്ടിട്ട് അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പല ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ നമ്മളവിടെ പോയി നോക്കുമ്പോൾ ആരെയും കാണത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് ടേപ്പ് അവർ അവിടെ നിന്ന് പ്രസാരണം ചെയ്തിരുന്നു. അതായത് ആർമിയൊന്നുമല്ല, ഈ ഉഗ്രവാദികളാണ് ഇവിടെ, ഇനി നാളെ പിടികൂടുകയാണെങ്കിൽ ഉഗ്രവാദികളാണെന്ന് പറഞ്ഞ് കൈ ഒഴിയാന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെ അയാൾ അത് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഇൻ ആൻ ആർട്ടിക്കിൾ ഇൻ ദി നാഷൻ ഡെയിലി ഇൻ ജാനുവരി 2013. അത് റെക്കോർഡാണ്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് അവരുടെ പ്രൂഫെല്ലാം അവിടെ കിട്ടിയാണ്. ഈവൻ നമ്മൾ അവരെ മരിച്ച ആളുകളെ ക്ലെയിം ചെയ്യാൻ പോലും അവർ വന്നില്ല. Some writers have speculated that
അതായത് ചിലർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ഒബ്ജക്റ്റീവ് മേ ഓൾസോ ഹാവ് ബീൻ റിറ്റാലിയേഷൻ ഫോർ ഇന്ത്യാസ് ഓപ്പറേഷൻ മേഘദൂത് ഇൻ 1984 ദാറ്റ് സീജ്ഡ് മച്ച് ഓഫ് സിയാച്ചിൻ ഗ്ലേസിയർ. നമ്മൾ ഒരു ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ളൊരു ഓപ്പറേഷൻ നടത്തിയായിരുന്നു 1984. അന്ന് നമ്മൾ സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ മാക്സിമം ഏരിയ നമ്മൾ പിടിച്ചെടുത്തു. അത് ആക്ച്വലി ഒരു സക്സസ്ഫുൾ ഓപ്പറേഷനായിരുന്നു. അപ്പോൾ അതിലും അവർ അതിൻ്റെ ഒരു തിരിച്ചടി, അതിനൊരു പ്രതികാരം എന്ന രീതിയിൽ ചെയ്താണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ആക്ച്വലി പാകിസ്ഥാൻ 1983 ഒരു ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ അബാബിൻ. ഓപ്പറേഷൻ അബാബിൻ എന്ന് പറഞ്ഞാൽ നടത്തിയത് സിയാച്ചിൻ ഗ്ലേസിയർ പിടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നമ്മൾ അവരെ തുരത്തി അവിടുന്ന്, അവർ ഫെയിലായി. നെക്സ്റ്റ് ഇയർ നമ്മൾ ഓപ്പറേഷൻ മേഘദൂത് നടത്തി. ദാറ്റ് വാസ് എ സക്സസ്. On several occasions during 80s and 90s by Pakistan Army had given Pakistani leaders Ziaul Haq and Benazir Bhutto similar proposal for infiltration into the Kargil region, but the plans had been shelved for fear of drawing the nations into all-out war. അതാണ് കാര്യം. അതായത് പലപ്പോഴായിട്ട്, അതായത് 80ലും 90യിലൊക്കെ, 80ൽ ആരായിരുന്നു? ജിയാവുളാക്കായിരുന്നു അവിടെ. ജിയാവുളോക്കിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു, നമുക്ക് കാർഗിൽ ഇൻഫിൽട്രേഷൻ നടത്താം, എന്നിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? കാശ്മീർ ഇഷ്യൂവിന് വേണ്ടിയിട്ട്. അയാൾ പറഞ്ഞു നോ, അത് കംപ്ലീറ്റ് ഫുൾ, അതായത് ഓൾ ഔട്ട് വാറായി മാറും. കംപ്ലീറ്റ് വാറായി കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. എഗൈൻ 1990ൽ ബേനസീർ ഭൂട്ടോയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അവരുടെ മുമ്പിലും ഈ പ്രപ്പോസൽ കൊണ്ടുവന്നു. ഷീ ഓൾസോ ഹാഡ് റിജക്റ്റഡ് ദാറ്റ്. ഓക്കെ. പിന്നെയാണ് ദി ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി അറ്റാക്ക് വാസ് റീആക്ടിവേറ്റഡ്. അത് രണ്ടാമത് പൊടി തട്ടിയെടുക്കുകയായിരുന്നു. സൂൺ ആസ് പർവേസ് മുഷാറഫ് വാസ് അപ്പോയിൻറ്റഡ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇൻ ഒക്ടോബർ 1998. പർവേസ് മുഷാറഫ് വന്ന് ആർമി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് എടുത്തപ്പോൾ അയാളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇന്ത്യയെ അടിക്കണം എന്ന് പറഞ്ഞ്. ഇന്ത്യയിൽ ജനിച്ച ആളാണ്, നോക്കണം. അപ്പോൾ അതാണ് അയാൾ പൊടി തട്ടിയെടുത്തത്. അയാൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ്, അവരോട് ആർക്കും ചോദിക്കേണ്ട കാര്യമില്ല. അയാൾ കയറി അടിച്ചു. പിന്നെ അദ്ദേഹം പ്രസിഡൻ്റായി, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അവരുടെ ഭരണം അട്ടിമറിച്ച് ഡിക്റ്റേറ്റർഷിപ്പ് വാങ്ങിയതും പ്രസിഡൻ്റായതൊക്കെ അറിയാമല്ലോ. അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ ആ വിഷയമല്ല അത്. അപ്പോൾ അങ്ങനെ അയാളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈ പർവേസ് മുഷാറഫ്. എനിക്ക് തോന്നുന്നു അയാൾ 61 മറ്റോ കമ്മീഷനായ ഒരു ആർമി ഓഫീസറാണ്. 65 വാറിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ്. 1971 വാറിലും ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് പോസ്റ്റഡ് ഇൻ ദി ഈസ്റ്റ് പാകിസ്ഥാൻ ദാറ്റ് ടൈം. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞതാണ് 1971 വാറിൽ. പക്ഷേ ഹി വാസ് ദെയർ. ഇയാൾക്ക് അറിയാം, അയാൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് പൊസിഷനിലേക്ക് വന്ന് റാങ്ക്സിൽ നിന്ന് വന്ന ആളാണ്. സോ അയാളുടെ ഒരു ഇതായിരുന്നു, അതായത് ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇന്ത്യയായിട്ടൊരു യുദ്ധം എന്ന് പറയുന്നത്. അതാണ് എല്ലാം നാശകോശമാക്കി ഇന്ത്യ പറഞ്ഞു വിട്ടത്. ബട്ട് നമ്മുടെ 527 മറ്റോ പട്ടാളക്കാർ ഷഹീദായിട്ടുണ്ട്, ആത്മബലി അർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ജീവൻ തന്നെ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി ബലി കഴിച്ച 527 ആളുകളുണ്ട്. അവർക്ക് മുമ്പിൽ നമുക്ക് ഒരു മിനിറ്റ് അവരെ ഓർമ്മിക്കാം. നമുക്ക് അവരെ ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് കൂടുതൽ നീട്ടുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം.